Hello and welcome back to Stylish DIY Art Craft and Cooking. ഞാൻ Vichitha Roshan. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കുറച്ചധികം നാളായി നമ്മളിപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിസ്റ്റ് മംഗൾസൂത്ര അല്ലെങ്കിൽ മംഗൾസൂത്ര ബ്രേസ്ലെറ്റ് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഇവിടെ ഞാൻ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറുതായിട്ടുള്ള ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ ബീഡ്സ് ആണ്. 0 സൈസുള്ള ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സ്റ്റോൺ ബോൾസ് ആണ്. വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ക്രിസ്റ്റൽ ബീഡാണ്. കുറച്ച് വലിയ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ് ഒരെണ്ണം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഡിസൈനൊന്നും ഇല്ലാത്ത ക്രിസ്റ്റലിൻ്റെ അല്ലാത്ത സാധാരണ ബ്ലാക്ക് ബീഡ് വേണമെങ്കിൽ അതെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ബീഡ് ക്യാപ്സ് ആണ്. 2 എണ്ണം മതിയാവും. പിന്നെ വേണ്ടത് 2 കട്ടിംഗ് ബോളാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ക്ലാസ്പ് ഹുക്കാണ്. ക്ലാസ്പ് ഹുക്ക് അല്ലെങ്കിൽ എസ് ഷേപ്പിലുള്ള ഹുക്ക് വേണമെങ്കിൽ അതെടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മാലയുടെ ബാക്ക് സൈഡിൽ വരുന്ന ഹുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളർ വരുന്ന ഹുക്ക് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഇതുപോലെ ചെറിയ റിങ് എടുത്തിട്ടുണ്ട്. ഇത് ക്ലോസ്ഡ് റിങ് ആണ്. നമ്മുടെ ജംപ് റിങ് പോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള റിങ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയറാണ്. ഞാനിവിടെ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് ടങ്കീസ് യൂസ് ചെയ്യാം. നൈലോണിൻ്റെ ടങ്കീസ് ഇല്ലേ, അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ റിസ്റ്റിൻ്റെ ചുറ്റുമായിട്ട് ഈ ഗിയർ വയർ വെച്ചിട്ട് നമുക്കിതൊന്ന് മെഷർ ചെയ്തെടുക്കാം. അതിനുശേഷം അതിനേക്കാൾ കുറച്ചും കൂടെ ലെങ്ത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ സെൻറ്ററിൽ വരുന്ന പോർഷനാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ആദ്യം തന്നെ ഞാനൊരു കട്ടിംഗ് ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വൈറ്റ് സ്റ്റോൺ ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഡ് ക്യാപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടാണ് ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ ഞാൻ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ബീഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബീഡ് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം നേരത്തെ നമ്മളിട്ട ബീഡ് ക്യാപ്പ് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റോൺ ബോളും അതുപോലെ തന്നെ ഒരു കട്ടിംഗ് ബോളും കൂടി ഇട്ടിട്ട് ഇത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു വൈറ്റ് സ്റ്റോൺ ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഒരു കട്ടിംഗ് ബോളും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ സെൻറ്റർ പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് 2 സൈഡിലുമായിട്ട് ബീഡ്സ് കോർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ ബീഡാണ്. പിന്നെ ഞാൻ 0 സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതായത് ഒരു ബ്ലാക്കും ഒരു ഗോൾഡനും, ഒരു ബ്ലാക്കും ഒരു ഗോൾഡനും, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി അങ്ങനെയല്ല, ബ്ലാക്ക് ബീഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബീഡ്സ് മാത്രം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്കും ഒരു ഗോൾഡൻ ബീഡും ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ റിസ്റ്റിൻ്റെ സൈസ് ഒരു സൈഡിൽ എത്ര ബീഡ്സ് വേണ്ടി വരുമോ അത്ര ബീഡ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ബ്ലാക്കും ഒരു ഗോൾഡൻ ബീഡും വെച്ചിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതേ രീതിയിൽ തന്നെ മറ്റേ സൈഡും കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് ഏകദേശം ഒരു 16 ബ്ലാക്ക് ബീഡും 15 ഗോൾഡൻ ബീഡും വന്നിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ഇപ്പുറത്തെ സൈഡിലും കോർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈമ വെച്ച് നോക്കുക, വട്ടം എത്തുണ്ടോ നോക്കുക. എന്നിട്ട് ബീഡ്സ് കുറവാണ്, ഇനി കുറച്ചും കൂടി ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് 2 സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഹുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സൈഡിൽ റിംഗ് ആണ് ഫിക്സ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു റിംഗ് എടുത്തിട്ട് അതിട്ട് കൊടുക്കാം. ഇനി ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി ഗിയർ വയർ പുറത്തേക്ക് എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിക്കുക. റിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വേണം ഗിയർ ലോക്ക് ഫിക്സ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്കൊരു പ്ലയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ റിങ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിൽ നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച ക്ലാസ്പ് ഹുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. ക്ലാസ്പ് ഹുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ എസ് ഷേപ്പിൽ വരുന്ന ഹുക്ക് കിട്ടും, അല്ലെങ്കിൽ സാധാരണ മാലയുടെ ഹുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സൈഡിൽ ഇതേ രീതിയിൽ തന്നെ ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഏത് ഹുക്കാണോ ഫിക്സ് ചെയ്യുന്നത് ആ ഹുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി ഗിയർ വയർ പുറത്തേക്ക് എടുത്തതിന് ശേഷം പ്ലയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ബ്രേസ്ലെറ്റിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്ത ബീഡിൻ്റെ തൊട്ടടുത്ത് വരുന്ന രീതിയിൽ വേണം ഈ ഹുക്ക് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വേണം വലിച്ചു പിടിക്കാനായിട്ട്. ഗിയർ വയർ ഇതുപോലെ നന്നായി ടൈറ്റായിട്ട് വലിച്ചു പിടിച്ചിട്ട് ആ ബീഡിൻ്റെ അടുത്തേക്ക് നമുക്ക് ഈ ഹുക്ക് അടുപ്പിച്ച് കൊടുക്കാം. ഇനി എക്സ്ട്രാ നിൽക്കുന്ന ഗിയർ വയർ സിസർ വെച്ച് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് പ്ലയർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ബ്രേസ്ലെറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഹുക്ക് വരിക. ഇനി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു റിങ്ങും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള റിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രേസ്ലെറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബ്രേസ്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ബ്രേസ്ലെറ്റിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് ബീഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. സെൻറ്ററിൽ വരുന്ന സ്റ്റോൺ ബോളും ബ്ലാക്ക് തന്നെയാണ്. അതുപോലെ രണ്ട് സൈഡിൽ ഫുള്ളായിട്ട് ചെറിയ ബ്ലാക്ക് ബീഡാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റിങ്ങും പിന്നെ ഒരു ചെറിയ ഡ്രോപ്പും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇത് 2 ലെയർ ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിസ്റ്റിൻ്റെ സൈസ് മെഷർ ചെയ്തെടുത്തതിന് ശേഷം 2 ഗിയർ വയർ കട്ട് ചെയ്തെടുക്കണം. അതായത് 2 സെയിം ലെങ്ത്തിലുള്ള ഗിയർ വയർ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ ക്ലാസ് ഹുക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഹുക്സ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ നമുക്ക് സ്റ്റോൺ ബോൾസ് വാങ്ങാനായിട്ട് കിട്ടും. റെഡും ബ്ലാക്കും വൈറ്റൊക്കെ പല കളറിലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയ ബ്ലാക്ക് ബീഡ്സ് ആണ്. മംഗൾസൂത്രമൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ബീഡ്സാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ബഞ്ചായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ബീഡ്സാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രോപ്പ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. എക്സ്റ്റെൻഡബിൾ റിങ്ങിൻ്റെ കൂടെ ഞാൻ ഒരു ഡ്രോപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ആദ്യം ഒരു പീസ് ഫ്യൂസ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 0 സൈസ് ബീഡ് ഒരെണ്ണം ഗോൾഡൻ കളർ ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം സ്റ്റോൺ ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ ബാക്കിലായിട്ടൊരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് മേലെ ആയിട്ട് ടൈറ്റായിട്ട് പ്ലയർ വെച്ചൊന്ന് പിടിച്ചിട്ട് ഇനി ഇത് നമുക്ക് എക്സ്റ്റെൻഡബിൾ ചെയിൻ ഇല്ലേ അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റോൺ ബോളിൻ്റെ മേലെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഈ റിങ്ങിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സാധാരണ ഇതുപോലെ വെറും ബീഡ് മാത്രം വേണമെങ്കിൽ നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബീഡ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡ്രോപ്പ് അറ്റാച്ച് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ക്ലാസ് ഹുക്കിൻ്റെ ഉള്ളിൽ കൂടി ഒരു ജംപ് റിങ് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പീസ് ഗിയർ വയർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈക്വൽ ലെങ്ത്തിലുള്ളത്. ഇനി നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ഒരു ഗിയർ വയർ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ക്ലാസ് ഹുക്കിലേക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള ജംപ് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ഇത് നമുക്ക് ലോക്ക് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജംപ് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി അതെടുത്തിട്ട് വീണ്ടും ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിച്ചിട്ട് റിങ്ങിൻ്റെ അടുത്തേക്ക് ഗിയർ ലോക്ക് അടുപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് പ്ലയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ നിൽക്കുന്ന ഗിയർ വയർ നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതേ രീതിയിൽ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു ഗിയർ വയറും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ ജംപ് റിങ്ങിലേക്ക് 2 ഗിയർ വയറും കൂടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കണം. ഈ രീതിയിൽ ഇടത് കൈ കൊണ്ട് നമുക്ക് ത്രെഡ് ചുറ്റി പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് നമുക്ക് ഗിയർ വയർ ഈ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫിംഗർ വെച്ച് പതുക്കെ ബീഡ്സ് ഇതിൻ്റെ ഉള്ളിൽ കൂടി പുഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വലത് കൈയിൽ നമുക്ക് ബീഡ്സ് ഇതുപോലെ ഗിയർ വയറിലേക്ക് ആക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു സൈഡിലേക്ക് എത്ര ബീഡ്സ് വേണോ അത്രയും ബീഡ്സ് നമുക്ക് കോർത്ത് കൊടുക്കാം. 2 ഗിയർ വയറിലേക്കും ബീഡ്സ് കോർത്ത് കൊടുക്കണം. കുറച്ച് ബീഡ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് കൈമ വെച്ച് നോക്കിയിട്ട് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 3 ബീഡ്സും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അതായത് ഒരു കട്ടിംഗ് ബോളും പിന്നെ ഒരു ബ്ലാക്ക് സ്റ്റോൺ ബോളും പിന്നെ ഒരു കട്ടിംഗ് ബോളും കൂടെ. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ കോർത്ത അത്രയും ബീഡ് തന്നെ ബാക്ക് സൈഡിൽ 2 ഗിയർ വയറിലും കോർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ
2 ഗിയർ വയറിലേക്കും ബ്ലാക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് എക്സ്റ്റെൻഡബിൾ ചെയിൻ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രോപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള എക്സ്റ്റെൻഡബിൾ ചെയിൻ ഇതിൻ്റെ കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 റിങ്ങോ 4 റിങ്ങോ ഒക്കെ ആയിട്ടുള്ള എക്സ്റ്റെൻഡബിൾ ചെയിൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബ്രേസ്ലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച 2 ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന 2 ബ്രേസ്ലെറ്റ്സ് ആണ്. അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് പഠിക്കുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സിനെ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.